തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ഇടതുപക്ഷ കൂട്ടുകെട്ടിനെതിരെ രൂക്ഷമായി വിമർശിച്ച് സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണെന്നും തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടുന്നത് ശരിയായ നിലപാട് അല്ല എന്നുമാണ് നാസർ ഫൈസി ഫേസ്ബുക്കിൽ കുറിച്ചത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും രമ്യ ദാസ് ചേരുകയാണ്. രമ്യ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ ജിഹാദി കൂട്ടുകെട്ട്, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുള്ള ഇടതുപക്ഷ കൂട്ടുകെട്ടിനെയാണ് സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി അതിനിശ്ചിതമായി വിമർശിച്ചിരിക്കുന്നത്. FB പോസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ, അത് തദ്ദേശ തെരഞ്ഞെടുപ്പാകട്ടെ, നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാകട്ടെ, ഏത് തെരഞ്ഞെടുപ്പായാലും എല്ലാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുമായി ഇടത് വലത് പക്ഷങ്ങൾ വലിയ തോതിൽ തന്നെ സമരസപ്പെടുന്നതും ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതെല്ലാം വലിയ തോതിൽ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ചർച്ചയാവാറുമുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ തന്നെ ഈ ഒരു ബന്ധം തന്നെയാണ് വലിയ തോതിൽ ഒരു ചർച്ചയാകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കൂട്ടുകെട്ടിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഈ സമസ്തയുടെ നേതാവായിട്ടുള്ള നാസർ ഫൈസി കൂടത്തായി രംഗത്ത് വന്നതോടുകൂടി തന്നെയാണ് ഈ ഒരു വിഷയം വലിയ തോതിൽ തന്നെ ഒരു ചർച്ചയാവുന്നത്. ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു ഇത്തരം കൂട്ടുകെട്ടിനെതിരെ അതിരൂക്ഷമായി തന്നെ ഒരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയവാദികളാണ്, അത് ജനാധിപത്യ രാഷ്ട്രത്തിന് എതിരാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പുണ്ടായിട്ടുള്ളത്. ഈ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുന്നതിൻ്റെയും അതിനു മുൻപ് ഈ CPM-ഉമായി ഉണ്ടാക്കിയ മുന്നണി ബന്ധത്തെക്കുറിച്ചും എല്ലാം ഈ ജമാഅത്തെ ഇസ്ലാമിയെ പുകഴ്ത്തിക്കൊണ്ടും അന്നത്തെ മുഖപത്രമായിട്ടുള്ള അന്നത്തെ ദേശാഭിമാനിയുടെ മുഖപത്രത്തിൽ വന്ന ഒരു മുഖപ്രസംഗമെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ നാസർ ഫൈസി കൂടത്തായിയുടെ വിമർശനം വന്നിട്ടുള്ളത്. അതായത് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നത് ഇത് തന്നെയാണ്, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയവാദികളാണ്, അത് ഇത്തരത്തിൽ ഇത്തരത്തിൽ ഈ മറ്റ് സംഘടനകളുമായി, അതായത് വലത് ഇടതുപക്ഷങ്ങളുമായി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിലെല്ലാം മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കൂട്ടുകെട്ടുണ്ടാക്കുമ്പോൾ അത് ജനാധിപത്യ രാഷ്ട്രീയത്തിനെതിരാണ്. അതായത് ഇവർ ഇത്തരത്തിൽ ഒരു മതരാഷ്ട്രവാദവുമായി നിൽക്കുമ്പോൾ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുള്ളത്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടിയിട്ടുള്ള പല തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ വർഷത്തെ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ഇടതു വലത് പക്ഷങ്ങൾ സഖ്യം ചേർന്നിട്ടുണ്ട്. അത് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ കൃത്യമായി തന്നെ നേരിട്ട് പറയാൻ ഈ രണ്ട് കൂട്ടരും തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് ഇതിലൊരു വസ്തുതയുള്ളത്. പലപ്പോഴും ഇത്തരത്തിൽ കൂട്ടുകെട്ട് ഉണ്ടാകുന്നുണ്ട്, അത് വലിയ തോതിൽ ചർച്ചയാകുമ്പോഴും. രമ്യ, ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് രമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഇടത് വലത് മുന്നണികൾ ഇത്തരം ജിഹാദി ശക്തികളെ വോട്ട് ബാങ്ക് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രീണന നയം സ്വീകരിക്കുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലും പ്രകടമാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു ഇസ്ലാമിക രാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പരസ്യമായ പിന്തുണ തേടുന്ന ഇടതുപക്ഷം, PDPയുടെ പിന്തുണ തേടുന്ന ഇടതുപക്ഷം, SDPയുടെ പിന്തുണ തേടുന്ന വലതുപക്ഷം, ഇതൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പല സ്ഥലങ്ങളിലും ഇത് വാസ്തവമാണ്. ഈ ഒരു ഘട്ടത്തിൽ ഒരു മുസ്ലിം സംഘടനാ നേതാവ് തന്നെ, പ്രത്യേകിച്ച് സംസ്ഥാന നേതാവ് തന്നെ ഈ ഒരു വിമർശനവുമായി രംഗത്ത് വരുമ്പോൾ അതിലും ഒരു വലിയ രാഷ്ട്രീയമുണ്ടല്ലേ? തീർച്ചയായും ഇത് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇത്തരത്തിൽ കൂട്ടുകെട്ടുകൾ നമുക്ക് സർവ്വസാധാരണമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തവണ മാത്രമല്ല, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിൽ ഇടതുപക്ഷങ്ങൾ ഇത്തരത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും വെൽഫെയർ പാർട്ടിയുമായിട്ടും എല്ലാം ഇത്തരത്തിൽ കൂട്ടുകെട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ കൂട്ടുകെട്ടുകളുണ്ട്, അത് വലിയ തോതിൽ ചർച്ചയാവാറുമുണ്ട്. പക്ഷേ ഇത് നേരിട്ട് സമ്മതിക്കാൻ ഇരു കൂട്ടരും തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. എന്നാൽ ഈ സമയത്താണ് ഇത്തരത്തിൽ ഈ സമസ്തയുടെ നേതാവായിട്ടുള്ള ഈ നാസർ ഫൈസി കൂടത്തായിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. ഈ സമയത്ത് തന്നെയാണ് ഇത് വലിയ തോതിൽ ചർച്ചയാവുന്നതും. കാരണം കൃത്യമായി തന്നെ വിമർശനവും ഇദ്ദേഹം ഇതിലൂടെ ഉന്നയിക്കുന്നുണ്ട്. KP, അത് തന്നെയാണ് ഇടത് വലത് മുന്നണികളുടെ ഇത്തരത്തിലുള്ള ജിഹാദി പ്രീണന നയം, അത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് വിധേയമാവുകയാണ്. ഇവിടെ സംസ്ഥാന നേതാവ് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ഇടതുപക്ഷത്തിന്റെ LDFന്റെ കൂട്ടുകെട്ടിനെ അതിനിശ്ചിതമായി വിമർശിച്ചിരിക്കുന്നത്. നാസർ ഫൈസി കൂടത്തായി FB പോസ്റ്റിലൂടെയാണ് ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. രമ്യയാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.